നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ ഇതുവരെ കണ്ണുകൊണ്ട് പോലും കണ്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് ഗ്രഹങ്ങളിൽ വേറെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ നക്ഷത്രങ്ങൾ അത് വെറും ഒരു വെളിച്ചം മാത്രമല്ല. ഓരോ നക്ഷത്രത്തിന് ചുറ്റും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വിചിത്രമായ ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട്. ശാസ്ത്രലോകം ഇതുവരെ 5000-ലധികം ബാഹ്യഗ്രഹങ്ങളെ മാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഈ വിശാലമായ പ്രപഞ്ചത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത എന്നാൽ ജീവൻ ഉണ്ടാകാൻ 100% സാധ്യതയുള്ള ആ അജ്ഞാത ലോകങ്ങളിലേക്കാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് സയന്റിസ്റ്റുകൾക്ക് പോലും കൃത്യമായ ഉത്തരമില്ലാത്ത അടുത്തിടെ ബഹിരാകാശത്തു നിന്ന് ലഭിച്ച ഒരു വിചിത്രമായ സിഗ്നലിന്റെയും ഒരു അജ്ഞാത ഗ്രഹത്തിന്റെയും ശാസ്ത്രീയ സത്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം അവസാന നിമിഷം വരെ കാണാൻ ശ്രമിക്കുക. എന്താണ് ഒരു അജ്ഞാത ഗ്രഹം? നമ്മൾ താമസിക്കുന്ന സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങൾ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ നമ്മുടെ സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് നമ്മുടെ സ്വന്തം മിൽക്കി വേ ഗാലക്സിയിൽ ഉള്ളത്. ഒരു ശാസ്ത്രീയ കണക്കുകൂട്ടൽ അനുസരിച്ച് നമ്മുടെ ഗാലക്സിയിൽ മാത്രം കുറഞ്ഞത് 10,000 കോടി മുതൽ 40,000 കോടി വരെ ഗ്രഹങ്ങൾ ഉണ്ടാകാം. ഇത് നമ്മൾ മനുഷ്യർ ഇതുവരെ കണ്ടുപിടിച്ചത് എത്രയാണെന്ന് അറിയാമോ? വെറും 5000-ഓളം മാത്രം. അതായത് ബാക്കി 99.99% ഗ്രഹങ്ങളും ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെ എല്ലാ കടൽ തീരങ്ങളിലെയും മണൽത്തരികൾ എടുത്തു വെച്ചാൽ അതിൽ ഒരൊറ്റ മണൽത്തരി മാത്രമാണ് നമ്മൾ ഇതുവരെ ശാസ്ത്രീയമായി പഠിച്ച ഗ്രഹങ്ങൾ. ബാക്കിയുള്ള ആ വലിയ കടൽ തീരം മുഴുവൻ അജ്ഞാതമാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ആ അജ്ഞാത ലോകങ്ങളിൽ എവിടെയെങ്കിലും ജീവന്റെ കണിക ഉണ്ടാകും? ഏലിയനുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ജീവികൾ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രഹത്തിൽ ജീവൻ വളരണമെങ്കിൽ അവിടെ ചില കൃത്യമായ ചേരുവകൾ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡിലോക്ക് സോൺ അഥവാ ശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഹാബിറ്റബിൾ സോൺ. ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് തിളച്ച കാപ്പി കുടിച്ചാൽ വായ പൊള്ളും. എന്നാൽ ഐസ് കട്ട പോലെ തണുത്ത കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അതിനൊരു രുചി ഉണ്ടാകത്തില്ല. എന്നാൽ പാകത്തിന് ചൂടുള്ള ഒരു കാപ്പി കുടിച്ച എന്താ അവസ്ഥ? അതാണ് പെർഫെക്റ്റ് കാപ്പി, അല്ലേ? അപ്പൊ നമ്മുടെ സൗരയൂഥം ഇതുപോലെ തന്നെയാണ്. ബുധനും ശുക്രനും സൂര്യനോട് വളരെ അടുത്തായതുകൊണ്ട് അവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. വ്യാഴവും ശനിയും സൂര്യനിൽ നിന്ന് വളരെ ദൂരത്തായതുകൊണ്ട് കഠിനമായ തണുപ്പുമാണ്. എന്നാൽ നമ്മുടെ ഭൂമി നോക്കിയ എന്താ അവസ്ഥ? കൃത്യമായ അകലത്തിലായതുകൊണ്ട് ഇവിടെ വെള്ളം ആവിയായി പോകുന്നില്ല, മഞ്ഞ് കട്ടയായി ഉറഞ്ഞു പോകുന്നതുമില്ല, ദ്രാവക രൂപത്തിൽ ഒഴുകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു അജ്ഞാത ഗ്രഹം അതിന്റെ നക്ഷത്രത്തിൽ നിന്ന് കൃത്യമായ അകലത്തിലാണെങ്കിൽ അവിടെ ജീവൻ ആവശ്യമായ ദ്രാവക രൂപത്തിലുള്ള വെള്ളം ഉണ്ടാകാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംശയം വരാം, അതായത് ഗോൾഡിലോക്ക് സോണിൽ ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായും ജീവൻ ഉണ്ടാകുമോ? അവിടെയാണ് ശാസ്ത്രീയമായ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതായത് വെള്ളം മാത്രം പോരാ, പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൂടി വേണം. അതിൽ ഒന്നാമത്തേതാണ് കാർബൺ അടങ്ങിയ രാസഘടന. നമ്മൾ കാണുന്ന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എല്ലാവരുടെയും അടിസ്ഥാനം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ്. രണ്ടാമത്തേതാണ് അനുയോജ്യമായ ഒരു അന്തരീക്ഷം. അന്തരീക്ഷമില്ലെങ്കിൽ വികിരണങ്ങൾ നേരിട്ട് വന്ന് പതിക്കും. കൂടാതെ താപനില നിലനിർത്താനും അന്തരീക്ഷം വേണം. മൂന്നാമത്തേതാണ് കാന്തിക മണ്ഡലം. ഇത് നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ ഉരുകിയ ഇരുമ്പ് കറങ്ങുന്നത് കൊണ്ട് ഒരു കാന്തിക കവചമുണ്ട്. ഇതാണ് സൂര്യനിൽ നിന്നുള്ള മാരകമായ സൗരവാദങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. ചൊവ്വാഗ്രഹത്തിന് ഈ കാന്തിക കവചം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവിടുത്തെ അന്തരീക്ഷവും വെള്ളവും നഷ്ടപ്പെട്ട് അതൊരു വരണ്ട മരുഭൂമിയായി മാറിയത്. എന്നാൽ ഇവിടെ രസകരമായ മറ്റൊരു വസ്തുതയുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ നിബന്ധനകളെല്ലാം മനുഷ്യർക്ക് അല്ലെങ്കിൽ ഭൂമിയിലെ ജീവനുകൾക്ക് ജീവിക്കാനുള്ളതാണ്. എന്നാൽ അജ്ഞാതമായ ഗ്രഹങ്ങളിലെ ഏലിയനുകൾക്ക് ജീവിക്കാൻ നമ്മളെപ്പോലെ ഓക്സിജനും വെള്ളവും തന്നെ വേണമെന്നുണ്ടോ? ശാസ്ത്രലോകം ഇതിന് ഉത്തരം നൽകുന്നത് നമ്മുടെ ഭൂമിയിലെ ചില വിചിത്ര ജീവികളെ കാണിച്ചു തന്നുകൊണ്ടാണ്. ഇവരെ സയന്റിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീമോഫൈൽസ്. ഓക്സിജൻ ഒട്ടുമില്ലാത്ത കഠിനമായി തിളയ്ക്കുന്ന ആസിഡ് തടാകങ്ങളിൽ, സൂര്യപ്രകാശം ഒട്ടുമെത്താത്ത സമുദ്രത്തിന്റെ ആയിരക്കണക്കിന് അടി ആഴങ്ങളിലെ അഗ്നിപർവ്വത സുഷിരങ്ങളിലും ജീവിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭൂമിയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ ജീവന് നിലനിൽക്കാമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാത്ത ആ അജ്ഞാത ഗ്രഹങ്ങളിൽ വിഷവാതകങ്ങൾ ശ്വസിച്ച് ജീവിക്കുന്ന, നമ്മൾ സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത വിചിത്ര ജീവികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതുവരെ നമ്മൾ കണ്ടത് ജീവൻ ഉണ്ടാകാൻ വേണ്ട ശാസ്ത്രീയ സാഹചര്യങ്ങളാണ്. എന്നാൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും, പ്രപഞ്ചം ഇത്രയും വലുതാണെങ്കിൽ രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ആ അജ്ഞാത ഗ്രഹങ്ങളെ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ആ ഗ്രഹങ്ങളെ തിരയാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന വിചിത്രവും ബുദ്ധിപരവുമായ വിദ്യകൾ എന്തൊക്കെയാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അതായത്
മൈലുകൾക്കപ്പുറത്ത് കത്തിജ്വലിക്കുന്ന ഒരു വലിയ സ്റ്റേഡിയം ഫ്ലഡ് ലൈറ്റ് ഇരിക്കുന്നു. ആ വെളിച്ചത്തിന് തൊട്ടടുത്ത് ഒരു ചെറിയ മിന്നാമിനുങ്ങ് പറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൂരെ നിന്ന് ആ മിന്നാമിനുങ്ങിനെ കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മിന്നാമിനുങ്ങ് മറഞ്ഞു പോകും. ഇത് തന്നെയാണ് ബഹിരാകാശത്ത് സംഭവിക്കുന്നത്. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സ്വന്തമായി വെളിച്ചമുള്ള വലിയ ഫയർ ബോളുകളാണ്. എന്നാൽ ഗ്രഹത്തിന് സ്വന്തമായി വെളിച്ചമില്ല. അതുകൊണ്ട് കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു ഗ്രഹത്തെ ടെലിസ്കോപ്പിലൂടെ നേരിട്ട് നോക്കിക്കാണുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പൊ ഈ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ശാസ്ത്രീയമായി ഈ അജ്ഞാത ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത്? ഇതിനായി ഉപയോഗിക്കുന്നത് പ്രധാനമായും 2 ബുദ്ധിപരമായ വിദ്യകളാണ്. ഇതിൽ ഒന്നാമത്തെ രീതിയാണ് ട്രാൻസിറ്റ് മെത്തേഡ്. നിങ്ങളുടെ വീട്ടിലെ ബൾബിന് മുന്നിലൂടെ ഒരു ഈച്ച പറന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ബൾബിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ വളരെ ചെറിയൊരു കുറവുണ്ടാകും അല്ലെ? ഇതുപോലെ ശാസ്ത്രജ്ഞർ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ചത്തിലെ ഒരു നക്ഷത്രത്തെ മണിക്കൂറുകളോളം നിരീക്ഷിക്കുന്നു. പെട്ടെന്ന് ആ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ 1% അല്ലെങ്കിൽ 0.1% കുറവ് സംഭവിക്കുകയും കുറച്ചു സമയം കഴിഞ്ഞ് ആ വെളിച്ചം പഴയപടി ആവുകയും ചെയ്താൽ അതിനർത്ഥം എന്താണ്? ആ നക്ഷത്രത്തിനും നമ്മൾക്കും ഇടയിലൂടെ കണ്ടെത്താത്ത ഏതോ ഒരു അജ്ഞാത ഗ്രഹം കടന്നുപോയിരിക്കുന്നു. നാസയുടെ വിഖ്യാതമായ കെപ്ലർ ടെലിസ്കോപ്പും ജെയിംസ് വെബ് ടെലിസ്കോപ്പും ആയിരക്കണക്കിന് അജ്ഞാത ഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഈ ഒരൊറ്റ വിദ്യ ഉപയോഗിച്ചാണ്. ഇനി രണ്ടാമത്തെ രീതിയാണ് റേഡിയൽ വെലോസിറ്റി മെത്തേഡ്. നമ്മൾ വിചാരിക്കുന്നത് നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണം കൊണ്ട് മാത്രമാണ് ഗ്രഹങ്ങൾ ചുറ്റുന്നത് എന്നാണ്. എന്നാൽ സത്യത്തിൽ ഗ്രഹങ്ങൾക്കും ചെറിയ അളവിൽ ഗുരുത്വാകർഷണമുണ്ട്. ഒരു നക്ഷത്രത്തിന് ചുറ്റും വലിയൊരു അജ്ഞാത ഗ്രഹം കറങ്ങുന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണം കാരണം ആ നക്ഷത്രം വശങ്ങളിലേക്ക് ചെറുതായി ആടിയുലയും. ഈ ആട്ടത്തെ അതിസൂക്ഷ്മമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കുന്നതിലൂടെ അവിടെ ഒരു ഗ്രഹം ഒളിച്ചിരിപ്പുണ്ടെന്നും അതിന്റെ ഭാരം എത്രയാണെന്നും സയന്റിസ്റ്റുകൾ കൃത്യമായി കണക്കാക്കുന്നു. ഗ്രഹം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ അവിടെ വായുവോ ജീവന്റെ കണികയോ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ സമയത്താണ് സയന്റിസ്റ്റുകൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നത്. നക്ഷത്രത്തിന്റെ വെളിച്ചം അജ്ഞാത ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗ്രഹത്തിലെ വാതകങ്ങൾ ആ വെളിച്ചത്തിൽ ചില അടയാളങ്ങൾ വിട്ടേച്ചു പോകും. അതായത് പ്രകാശത്തിന്റെ ഒരു ഫിംഗർ പ്രിന്റ്. ഈ പ്രകാശത്തെ വിശകലനം ചെയ്യുന്നതിലൂടെ അവിടെ ഓക്സിജൻ ഉണ്ടോ, മീഥേൻ ഉണ്ടോ, ജലപാംശമുണ്ടോ എന്ന് പ്രകാശവർഷങ്ങൾ അകലെയിരുന്ന് ഭൂമിയിലെ സയന്റിസ്റ്റുകൾ കൃത്യമായി കണ്ടെത്തും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പ്രകാശവർഷങ്ങൾ അകലെയുള്ള ദൂരെ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ചാണ്. എന്നാൽ വേറൊരു സത്യം പറയട്ടെ, നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൽ തന്നെ, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ശാസ്ത്രജ്ഞർക്ക് ഇന്നും കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഭീമൻ അജ്ഞാത ഗ്രഹം ഒളിച്ചിരിപ്പുണ്ട്. പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളതെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ശാസ്ത്രലോകം ഇന്ന് ശക്തമായി വിശ്വസിക്കുന്നത് സൗരയൂഥത്തിൽ ഒരു 9ാമത്തെ ഗ്രഹമുണ്ട് എന്നാണ്. ശാസ്ത്രജ്ഞർ അതിന് നൽകിയ പേരാണ് പ്ലാനറ്റ് 9. കാണാൻ കഴിയാത്തൊരു ഗ്രഹം അവിടെ ഉണ്ടെന്ന് സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് ഉറപ്പിച്ചത്? അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു മഞ്ഞുമലയിലൂടെ ഒരാൾ നടന്നു പോയാൽ നമ്മൾ ആളെ കണ്ടില്ലെങ്കിൽ അവിടെയുള്ള കാൽപ്പാടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവിടെ ആരോ പോയിട്ടുണ്ടെന്ന്, അല്ലെ? അതേപോലെ ഒരു തെളിവാണ് സയന്റിസ്റ്റുകൾക്ക് ലഭിച്ചത്. സൗരയൂഥത്തിന്റെ ഏറ്റവും അറ്റത്ത്, അതായത് നെപ്റ്റ്യൂണിനും അപ്പുറത്ത് കൈപ്പർ ബെൽറ്റ് എന്നൊരു മേഖലയുണ്ട്. അവിടെ കോടിക്കണക്കിന് മഞ്ഞുപാളികളും ചെറിയ പാറ കഷ്ണങ്ങളും കറങ്ങുന്നുണ്ട്. ഇതിൽ സെഡ്ന എന്ന് പേരുള്ള ചില കുഞ്ഞു ഗ്രഹങ്ങളുടെ ഭ്രമണപഥം നിരീക്ഷിച്ചപ്പോൾ സയന്റിസ്റ്റുകൾ അത്ഭുതപ്പെട്ടു. അവയെല്ലാം സാധാരണ രീതിയിലല്ല കറങ്ങുന്നത്. ആരോ അവയെ ഒരു വശത്തേക്ക് ബലമായി പിടിച്ചു വലിക്കുന്നത് പോലെ അവയുടെ ഭ്രമണപഥങ്ങളെല്ലാം ഒരു പ്രത്യേക ദിശയിലേക്ക് ചരിഞ്ഞിരിക്കും. അതായത് ആ കട്ടയിരുട്ടിൽ ഇത്രയും വലിയൊരു ഗുരുത്വാകർഷണം ഉണ്ടാകണമെങ്കിൽ അവിടെ വളരെ വലിയൊരു ഗ്രഹം ഒളിച്ചിരിക്കണം. 2016 പ്രശസ്തമായ കാൽടെക് സർവകലാശാലയിലെ മൈക്ക് ബ്രൗൺ, കോൺസ്റ്റാന്റിൻ ബറ്റീഗിൻ എന്ന ശാസ്ത്രജ്ഞരാണ് ഇതിന്റെ ഗണിതശാസ്ത്രപരമായ തെളിവുകൾ പുറത്തുവിട്ടത്. അവരുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഈ അജ്ഞാത ഗ്രഹത്തിന് ഭൂമിയേക്കാൾ 5 മുതൽ 10 മടങ്ങ് വരെ ഭാരമുണ്ടാകാം. ഇത് നെപ്റ്റ്യൂണിനേക്കാൾ 20 മടങ്ങ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനെ ഒന്ന് ചുറ്റി വരാൻ ഈ ഗ്രഹത്തിന് 10,000 മുതൽ 20,000 വർഷങ്ങൾ വരെ വേണം. അപ്പോൾ നിങ്ങൾ ഇനിയും ചോദിക്കും, ഇത്രയും വലിയൊരു ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇതുവരെ ടെലിസ്കോപ്പിലൂടെ കണ്ടില്ല? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂര്യനിൽ നിന്ന് വളരെയധികം ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും ദൂരത്തേക്ക് സൂര്യപ്രകാശം എത്താനും അത് ആ ഗ്രഹത്തിൽ തട്ടി തിരികെ ഭൂമിയിലേക്ക് വരാനുമുള്ള സാധ്യത വളരെ കുറവാണ്. അത്രയ്ക്കും കട്ട ഇരുട്ടിലാണ് അതിരിക്കുന്നത്. സൂര്യപ്രകാശം ഒട്ടും എത്താത്ത കഠിനമായി തണുപ്പുള്ള ഈ പ്ലാനറ്റ് 9-ൽ
ജീവൻ ഉണ്ടാകാൻ സാധിക്കുമോ? ഒറ്റ നോട്ടത്തിൽ ഇല്ല എന്ന് തോന്നാം, കാരണം അവിടെ ചെടികൾക്കോ മനുഷ്യർക്കോ ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ല. എന്നാൽ ഭൗതിക ശാസ്ത്രം പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ഗ്രഹത്തിന്റെ ആന്തരിക ഭാഗത്ത് റേഡിയോ ആക്റ്റീവ് ചൂടോ അല്ലെങ്കിൽ ആന്തരിക മർദ്ദമോ ഉണ്ടെങ്കിൽ അതിന്റെ കട്ടിയുള്ള മഞ്ഞുപാളികൾക്ക് അടിയിൽ വലിയ ദ്രാവക സമുദ്രങ്ങൾ ഉണ്ടാകാം. നമ്മുടെ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലും ശനിയുടെ ഉപഗ്രഹമായ എൻസെലാഡസിലും ഇത്തരത്തിൽ മഞ്ഞിനടിയിൽ വലിയ സമുദ്രങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ സൂര്യപ്രകാശം ഇല്ലെങ്കിലും ആ സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ ജീവിക്കുന്ന മൈക്രോബിയൽ ജീവികൾ അല്ലെങ്കിൽ വിചിത്രമായ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല. സ്വന്തം സൗരയൂഥത്തിലെ ഈ അജ്ഞാത ഗ്രഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: നമ്മുടെ അരികിലുള്ള കാര്യങ്ങൾ പോലും നമ്മൾ പൂർണ്ണമായി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, സൗരയൂഥത്തിന് പുറത്ത് സയന്റിസ്റ്റുകൾ ഇതിനകം കണ്ടെത്തിയ ജീവന് 100% സാധ്യതയുള്ള ആ അവിശ്വസനീയമായ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ശാസ്ത്രലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ആവേശത്തോടെ അന്വേഷിക്കുന്നത് നമ്മുടെ ഭൂമിയെ പോലെ ജീവൻ നിലനിർത്താൻ 100% സാധ്യതയുള്ള ഗ്രഹങ്ങളെയാണ്. ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയെ പോലെ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ്, അല്ലെ? ഇതിൽ ആദ്യത്തേതാണ് പ്രോക്സിമ സെന്റോറി ബി. നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്ര വ്യവസ്ഥയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 4.2 പ്രകാശവർഷം മാത്രം അകലെ. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഇത് അതിന്റെ നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോണിലാണ് കറങ്ങുന്നത്. അതായത് ഇവിടെ ദ്രാവക രൂപത്തിൽ വെള്ളം ഉണ്ടാകാം. ഭൂമിയേക്കാൾ അല്പം മാത്രം വലിപ്പമുള്ള ഒരു പാറഗ്രഹമാണിത്. ഇനി രണ്ടാമത്തേതാണ് കെപ്ലർ 186f. ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് ഭൂമിയുടെ കസിൻ എന്നാണ്. നമ്മുടെ ഭൂമിയുടെ അതേ വലിപ്പം, പാറക്കെട്ടുകൾ നിറഞ്ഞ ഘടന, ഒപ്പം ജീവന് അനുയോജ്യമായ താപനില. ഇതിന്റെ അന്തരീക്ഷത്തിൽ വായു ഉണ്ടെങ്കിൽ അവിടെ ജീവന്റെ വിത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അന്യഗ്രഹ ജീവന്റെ തിരച്ചിലിൽ ശാസ്ത്രലോകത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സംഭവമാണ് ട്രപ്പിസ്റ്റ് 1. ഭൂമിയിൽ നിന്ന് 40 പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള ഒരു ചെറിയ നക്ഷത്രമാണിത്. ഈ ഒരൊറ്റ നക്ഷത്രത്തിന് ചുറ്റും ഭൂമിയുടെ അത്രയും വലിപ്പമുള്ള 7 ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട്. ഇതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ഈ 7 ഗ്രഹങ്ങളിൽ 3 എണ്ണം ഒരേ സമയം ഗോൾഡിലോക്ക് സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ആ 3 ഗ്രഹങ്ങളിലും സമുദ്രങ്ങളും അന്തരീക്ഷവും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നാൽ തൊട്ടടുത്തുള്ള ഗ്രഹം നമ്മുടെ ചന്ദ്രനേക്കാൾ വലുപ്പത്തിൽ ആകാശത്ത് തെളിഞ്ഞു കാണാം. അത്തരം ഒരു ലോകത്ത് ജീവൻ വളരാനുള്ള സാധ്യത എത്രത്തോളമാണെന്നത് സങ്കല്പിച്ച് നോക്കിക്കേ. ഇനി സമീപകാലത്ത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു വാർത്തയുണ്ട്. K2-18b എന്ന അജ്ഞാത ഗ്രഹം. ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷം സ്പെക്ട്രോസ്കോപ്പി വഴി പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് എന്താണെന്ന് അറിയാവോ? കാർബൺ ഡയോക്സൈഡും മീഥൈനും അതിനേക്കാൾ ഉപരി ജീവന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്ന ഡൈമീഥൈൽ സൾഫൈഡ് എന്ന രാസവസ്തുവിന്റെ ചെറിയ ലക്ഷണങ്ങൾ. ഭൂമിയിൽ ഈ DMS വാതകം ഉണ്ടാക്കുന്നത് സമുദ്രങ്ങളിലെ ചെറിയ പ്ലവകങ്ങളാണ്. അങ്ങനെയെങ്കിൽ K2-18b ഒരു വലിയ സമുദ്രഗ്രഹമാകാനും അവിടെ ജലജീവികൾ ഉണ്ടാകാനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത്രയും ഗ്രഹങ്ങളും സാധ്യതകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ബഹിരാകാശത്തിന്റെ ഏതെങ്കിലും ഒരു ഇരുണ്ട കോണിൽ നിന്ന് മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടോ? ഇതിന് ശാസ്ത്ര ചരിത്രത്തിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ദി വാവ് സിഗ്നൽ. 1977 ഓഗസ്റ്റ് 15 അമേരിക്കയിലെ ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പ് പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 72 സെക്കൻഡ് നീണ്ടുനിന്ന അതിശക്തമായ ഒരു റേഡിയോ സിഗ്നൽ റെക്കോർഡ് ചെയ്തു. ധനുരാശിയിലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഏതോ ഒരു അജ്ഞാത നക്ഷത്ര വ്യവസ്ഥയിൽ നിന്നാണ് ആ സന്ദേശം വന്നത്. അത് സ്വാഭാവികമായി പ്രകൃതിയിൽ ഉണ്ടാകുന്ന റേഡിയോ ശബ്ദമായിരുന്നില്ല, മറിച്ച് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഒന്നിന് സമാനമായിരുന്നു. ഈ സിഗ്നൽ കണ്ട ശാസ്ത്രജ്ഞനായ ജെറി യഹ്മാൻ ആ പ്രിന്റ് ഔട്ടിന് മുകളിൽ ആവേശം കൊണ്ട് വൗ എന്ന് ചുവന്ന പേന കൊണ്ട് എഴുതി വെച്ചു. അങ്ങനെയാണ് അതിന് ആ പേര് ലഭിച്ചത്. പിന്നീട് അങ്ങോട്ട് പതിറ്റാണ്ടുകളോളം ശാസ്ത്രജ്ഞർ ആ ദിശയിലേക്ക് ടെലിസ്കോപ്പുകൾ തിരിച്ചു വെച്ച് കാത്തിരുന്നെങ്കിലും ആ സിഗ്നൽ വീണ്ടും കേട്ടില്ല. ഇതൊരു അന്യഗ്രഹ നാഗരികത അയച്ചതാണോ, അതോ ഏതെങ്കിലും വാൽനക്ഷത്രത്തിൽ നിന്ന് വന്നതാണോ? എന്നാൽ സമീപകാലത്ത് ഫാസ്റ്റ് ടെലിസ്കോപ്പും മറ്റ് SETI പ്രൊജക്ടുകളും സമാനമായ ചില അജ്ഞാത സിഗ്നലുകൾ വീണ്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പ്രശസ്തമായ സയന്റിസ്റ്റായ എൻറിക്കോ ഫെർമി ചോദിച്ച ആ വലിയ ചോദ്യം വരുന്നത്: ഇത്രയും കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എങ്കിൽ പിന്നെ ഏലിയനുകൾ എവിടെ? എന്തുകൊണ്ട് അവർ നമ്മളെ വന്ന് കണ്ടിട്ടില്ല? ശാസ്ത്രം ഇതിന് തരുന്ന 2 പ്രധാന ഉത്തരങ്ങൾ ഇതാണ്: ദൂരം എന്ന വലിയ മതിൽ. പ്രപഞ്ചം നമ്മൾ വിചാരിക്കുന്നതിലും അതിവിശാലമാണ്. നമ്മളോട് ഏറ്റവും അടുത്തുള്ള അജ്ഞാത ഗ്രഹത്തിലേക്ക് പോലും ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യാത്ര ചെയ്താൽ 10,000 വർഷങ്ങൾ വേണം. രണ്ടാമത്തെയാണ് സമയം. പ്രപഞ്ചത്തിന് 1350 കോടി വർഷം പഴക്കമുണ്ട്.
എന്നാൽ മനുഷ്യൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ട് വെറും 100 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപക്ഷെ നമുക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ഗ്രഹത്തിൽ വലിയൊരു നാഗരികത ജീവിച്ച് നശിച്ചു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പുതിയൊരു ജീവരൂപം ഇനി ഉണ്ടാകാൻ പോകുന്നതേ ഉണ്ടാകൂ. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിന്റെ അന്തിമ നിഗമനം എന്താണ്? ഇനിയും കണ്ടുപിടിക്കാത്ത ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകുമോ? ശാസ്ത്രീയമായ തെളിവുകളും ഗണിതശാസ്ത്രപരമായ കണക്കുകളും നമ്മോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല. അങ്ങനെ ആകാൻ തന്നെയാണ് 99% സാധ്യതയും. ജീവൻ എന്ന് പറയുമ്പോൾ അത് സിനിമകളിൽ കാണുന്നത് പോലെ വലിയ അന്യഗ്രഹ ജീവികൾ തന്നെ ആകണമെന്നില്ല. അത് നമ്മൾ കണ്ടുപിടിക്കാത്ത ആ അജ്ഞാത ഗ്രഹങ്ങളിലെ സമുദ്രങ്ങൾക്കടിയിൽ ജീവിക്കുന്ന ഒരു ചെറിയ ബാക്ടീരിയയോ ഒരു കോശജീവിയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ 1000 മടങ്ങ് സാങ്കേതിക വിദ്യ വളർന്ന ഉയർന്ന ജീവികളും ആകാം. പ്രശസ്ത ഒരു സയന്റിസ്റ്റായ കാൾ സാഗൻ പറഞ്ഞൊരു വാക്കുണ്ട്: ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സ്ഥലം വെറുതെ പാഴാക്കി കളയുന്നതിന് തുല്യമായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിച്ചത് ശാസ്ത്ര സത്യങ്ങളെയും വസ്തുതകളെയും കുറിച്ച് മാത്രമാണ്. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ അജ്ഞാത ലോകത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഏതെങ്കിലും ഒരു അജ്ഞാത ഗ്രഹത്തിൽ നമ്മളെപ്പോലെ ആരെങ്കിലും ആകാശത്തേക്ക് നോക്കി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.